ഫൈനലി നമ്മൾ ഈ സെയിം മോഡൽ തന്നെ റെഡ് വർക്ക് വരുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത്. റെഡിൽ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ യോഗ് പോർഷനാണ് ആദ്യം മാർക്ക് ചെയ്യാൻ പോണത്. 6 ഞാൻ ഷോൾഡർ ഫുൾ ടോട്ടൽ എടുത്തേക്കുന്നത്. അവിടുന്ന് ആംപോളും ഒരു 6.5 എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടും കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആംപോൾ ഒന്ന് കേർവ് ചെയ്ത് വരയ്ക്കണം. കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അതിൽ. എന്നിട്ട് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഞാനൊരു 2.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 2.5 ഇഞ്ച് താഴത്തേക്ക് നമ്മളൊരു 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമുക്കൊരു മീഡിയം അല്ലെങ്കിൽ സ്മോൾ സൈസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരു 6.5 ഇഞ്ച് മതി താഴത്തേക്ക്. നമ്മൾ വീനൊക്കെയാണ് ചെയ്യാൻ പോണത്. അപ്പം ക്ലീവേജ് ഒന്നും കാണാണ്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു 6.5 എടുത്താൽ മതിയായിരിക്കും. എന്നിട്ട് നമ്മളതൊന്ന് വരച്ചു കൊടുക്കുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് പോർഷന് ഒരു ഇൻവേർട്ടർ വി ആണ് കൊടുക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ നിന്ന് അവിടെ ഞാനൊരു 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അവിടുന്ന് സൈഡിലേക്ക് നമ്മൾ അങ്ങനെ കേർവ് ചെയ്ത് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. സൈഡിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ടാണ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ നെക്ക് സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. യോക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് വരയ്ക്കാൻ വേണ്ടി 2.5 ഇഞ്ചാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എടുത്തേക്കുന്നത്. 3 ഇഞ്ച് താഴത്തേക്കും എടുത്തിട്ടാണ്. എന്നിട്ട് നമ്മളൊരു റൗണ്ട് ഒരു ഷേപ്പിൽ വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇനി നമ്മൾ മെയിൻ ക്ലോത്താണ് കട്ട് ചെയ്യുന്നത്. ഗാദേഴ്സ് ഇടുന്ന ഒരു മോഡലാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ 13 ഇഞ്ചാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ 10.5 ഇഞ്ചാണല്ലോ വീതി എടുത്തേക്കുന്നത്. അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വീതി കൊടുത്തേക്കുന്നത്. നീളം നമ്മൾ 13 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ വരുമ്പം സൈഡിൽ 13 ഇഞ്ചും സെൻറ്ററിലായിട്ട് 16 ഇഞ്ച്, ഒരു 3 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ചെറിയ സ്ലീവാണ് വെക്കുന്നത്. കുഞ്ഞൊക്കെ വരുന്ന പോലെ ചെറിയ സ്ലീവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്ത് എടുക്കണത്. ഇനി നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട്. അപ്പം നമ്മൾ ആ ലൈനിങ് കട്ട് ചെയ്ത് അത് തന്നെ അതിൽ വെച്ചിട്ട് ഞാൻ പിന്ന് ഊത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുക്കണത്. പിന്ന് ഊത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കുവാണ്. ഫ്രണ്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ചിട്ട് പിന്ന് ഊത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. നമ്മൾ ഗാദേഴ്സ് എന്ന പോർഷൻ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് അയൺ ചെയ്ത് വെക്കുകയാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട്. ഈ ഒരു തുണിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. സ്റ്റിച്ചിൻ്റെ വീഡിയോ അടുത്ത നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഫ്രണ്ടിൽ വെക്കാനുള്ള ആ പോർഷൻ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഗാദേഴ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്ലൂ വെച്ചിട്ട് ഈ വർക്ക് വരുന്ന ഒരു ബ്ലൂ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം ക്ലോത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ തീർന്ന് ആ ഒരു സ്റ്റോക്ക് ഔട്ടായിപ്പോയി. അപ്പം നമ്മൾ വേറൊരു അതിൻ്റെ സെയിം മോഡൽ ഒരു കസ്റ്റമർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ഇതിന് റെഡ് അവൈലബിൾ ആണ്. വേണ്ടവരെ എനിക്കൊന്ന് DM ചെയ്താൽ മതി.